بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. റജബും ശഅബാനും റമളാനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ. റജബ് മാസത്തിന്റെ അവസാനം ശഅബാനിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആലോചനാ വിപ്ലവത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അഹ്മദ് ബിൻ റജബിൽ ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ ചിന്തനീയമായ ഒരു കവിത കൊണ്ട് പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അവിടെ റജബ് മാസത്തെക്കുറിച്ചുള്ള ആലോചനയാണ് അദ്ദേഹം വിഷയമായി മുന്നിൽ വെക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ ഒരു റജബ് കിട്ടി എന്നത് ഒരു ഭാഗ്യമായി നാം ഓരോരുത്തരും കാണേണ്ടിയിരിക്കുന്നു. അതിനെ ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമ്മുടെ ആലോചനയിൽ ഒരു ഗൗരവമേറിയ ചർച്ച ഉണ്ടാവലും നമ്മൾ വലിയ മുഖവിലക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഒരു റജബ് കഴിഞ്ഞു പോയി. മല്ലാ റജബും വമാ അഹ്സൻത ഫീഹി വഹാദാ ശഹ്റു ശഅബാനുൽ മുബാറകു ശഅബാനുൽ മുബാറകു ഫയാ മൻ ളയ്യഅൽ ഔഖാത് ജഹ്ലാ ബിഹുർമതിഹാ അഫിഖ് വഹ്ദർ ബവാരിക്. മഹാനവറുകളുടെ സുദീർഘമായ കവിതകൾ. മഹാനവറുകൾ പറയുകയാണ്, ഒരു റജബ് കഴിഞ്ഞു. ഈ റജബിൽ നീ എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ആലോചിച്ചോ. എത്ര നോമ്പെടുത്തു, എത്ര പേജ് ഖുർആൻ ഓതി, എത്ര ദാനധർമ്മങ്ങൾ ചെയ്തു, എത്ര ദിവസം കരഞ്ഞു ദുആ ചെയ്തു, എത്ര സദഖ ചെയ്തു, പൊതുപ്രവർത്തനങ്ങൾ എത്ര ചെയ്തു, ഏതൊക്കെ ദിവസം തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു. ധാരാളം കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നീ ആലോചിച്ചോ? فيا من ضيع الأوقات جهلا بحرمتها أفق واحذر بواركا. മഹാൻ പറയാ, സമയം പാഴാക്കിയവനെ, വിവരമില്ലാതെ സമയം പാഴാക്കിയവനെ, റജബിന്റെ മഹത്വം അറിയാതെ ആ അമൂല്യമായ മുഹൂർത്തങ്ങളെ പാഴാക്കിയവനെ, അഫിഖോ, നീ ഏതോ ഒരു അബോധാവസ്ഥയിലൂടെയാ പോകുന്നത്. നിന്റെ ബുദ്ധി ഒന്ന് ഉണരട്ടെ. നിന്റെ തെറ്റുകളെ കുറിച്ചും നിന്റെ വീഴ്ചകളെ കുറിച്ചും നീ ചിന്തിക്കണേ. ഫസൗഫ തുഫാരിഖുൽ ലദ്ദാതി ഖസ്റാ ويغلي الموت كرهم منك داركا. വൈകാതെ തന്നെ നിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും മുറിഞ്ഞു പോകുന്ന മരണം നിന്നെ പ്രാപിക്കാനുണ്ട്. അത് തീർച്ചയാണ്. നിന്റെ കുടുംബത്തിലേക്ക് മരണം കടന്നു വരാനുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഒരു റജബ് നിനക്ക് വരാനുണ്ടോ? മഹാനവറുകൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് സമയം കളയല്ലേ. റജബ് ഇതാ കഴിഞ്ഞു. ശഅബാനെങ്കിലും നീ ഉപയോഗപ്പെടുത്തണേ. തദാറക് മസ്തതഅത മിനൽ ഖതായ ബിതൗബതി മുഖ്ലിസിൻ വജഅൽ മദാരക. തൗബയിലൂടെ നിനക്ക് കഴിഞ്ഞതൊക്കെ നേടിയെടുക്കാൻ കഴിയും. തിന്മകളെ അല്ലാഹു നന്മയാക്കുന്ന തൗബകളുണ്ട്.
അങ്ങനെയുണ്ട്, ഖുർആൻ പറഞ്ഞതാണ്. തിന്മകളെ അള്ളാഹു നന്മയാക്കും. തൗബ ചെയ്യേണ്ട വിധം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതൊന്നും നഷ്ടമല്ലാത്ത വിധം അള്ളാഹു തആല അവന്റെ അടിമയ്ക്ക് കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. റബ്ബ് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമാണിത്. അള്ളാഹുവിന് മാത്രമേ അത് കഴിയൂ. അടിമ ചെയ്ത തിന്മ നന്മയാകും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മദ്യക്കുപ്പിയുമായി ഇങ്ങനെ വരാണ്. അയാളുടെ കയ്യിലുള്ള മദ്യമാണെന്ന് അറിഞ്ഞാൽ ഭരണാധികാരിയുടെ ശക്തമായ ശിക്ഷാ നടപടി ഏറ്റെടുക്കേണ്ടി വരും. ആ ശിക്ഷാ നടപടിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ പടച്ചോനെ ഇനി രക്ഷയില്ല, ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് കാണാൻ പോവാ എന്റെ കയ്യിൽ മദ്യക്കുപ്പി ഇരിക്കുന്നത്. ആ ഒരൊറ്റ നേരത്തെ ആലോചനയിൽ അദ്ദേഹം തൗബ ചെയ്തു. ഒരു നിമിഷത്തെ തൗബ. തൗബയാകേണ്ട വിധം തൗബയായാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായം വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്ത് കൂടിയല്ല. പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ ഇനി മേലാൽ ഈ മദ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥയിലേക്ക് പോകൂല. ശക്തമായ തൗബ. പെട്ടെന്നത് അയാളുടെ കയ്യിലുള്ള മദ്യം സുർക്കയായി മാറി. ഉമർ ഇബ്നുൽ ഖത്താബ് എതിരേൽക്കുന്നു. തൊട്ടടുത്തെത്തി ആ കുപ്പിയിലേക്ക് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കയ്യിൽ സുർക്കയുമായി പോകുന്നത്, നോക്കട്ടെ. എടുത്ത് അഴിച്ച് മണത്തി നോക്കിയപ്പോൾ അത് സുർക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ചിന്തനീയമായ ആയത്ത്. തൗബയ്ക്ക് പ്രാധാന്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വലിയ ആവേശം തരുന്ന ആയത്ത്. തിന്മ ചെയ്തതിൽ കുറ്റബോധം തോന്നി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും മനസ്സ് കലങ്ങി കണ്ണിലൂടെ ഒലിച്ചിറങ്ങിയ തൗബയുടെ വാക്കുകൾ അല്ലാഹു എങ്ങാനും സ്വീകരിച്ചാൽ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അത്തരക്കാർ ചെയ്തു കൂട്ടിയ തെറ്റുകളെയൊക്കെ അല്ലാഹു നന്മയായി എണ്ണുമത്രേ. തെറ്റുകളെ അല്ലാഹു നേരെ നല്ലതിന്റെ എണ്ണത്തിലേക്ക് കൂട്ടും. തെറ്റുകൾ എത്രയോ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾക്കൊക്കെ അവൻ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തെറ്റിനും അവന്റെ തൗബയെ ചേർത്ത് വെക്കുമ്പോൾ ഒരു തെറ്റിന്റെ നേരെ ഒരു തൗബ, ഒരു തെറ്റിന്റെ നേരെ തൗബയുടെ നേരത്ത് കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീര്, തെറ്റിന്റെ നേരെ ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ തെറ്റ് എത്രയോ അത്രയും നന്മ ഇപ്പുറത്ത് അല്ലാഹു പരിഗണിക്കാണ്. ആ തെറ്റുകൾക്ക് വേണ്ട തൗബയുടെ ആഴം, തെറ്റിന്റെ വിശാലത അനുസരിച്ച് തൗബയും വിശാലമായി. അപ്പോൾ തെറ്റോളം തൗബ ഇപ്പുറ വന്നു, തിന്മയോളം നന്മ ഇപ്പുറത്ത് വന്നു. ആ നന്മയെ അല്ലാഹു തിന്മ മൊത്തം മായിച്ചിട്ട് രേഖപ്പെടുത്തുമെന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് കഴിഞ്ഞതിനൊക്കെ മാപ്പ് നൽകട്ടെ. റജബ് കഴിഞ്ഞു. അലാ ത്വലബിസ് സലാമത്തി മിൻ ജഹീമി فخير ذوي الجرائم من تدارك. മഹാനവറുകൾ പറയുകയാണ്, ഏറ്റവും വലിയ നന്മ എന്തെന്നറിയുമോ? ജഹന്നമിൽ നിന്നും ഒഴിവാവാനുള്ള പണി തേടലാം. ജഹന്നമിൽ നിന്നും ഒഴിവാവാനുള്ള പണി തേടി നടക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജഹന്നമിലേക്ക് പോകാനുള്ള പണിയാ തേടിക്കൊണ്ടിരിക്കുന്നത്.
ജഹന്നമിൽ നിന്നും ഒഴിവാവാനുള്ള പണി തേടുക എന്നതാണ് റജബ് യാത്ര പറഞ്ഞ ശഅബാൻ വരുമ്പോൾ നമുക്ക് അഭികാമ്യം എന്ന് മഹാനായ ഇമാം സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അഹ്മദ് ബിൻ റജബ് അൽ ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നു. അത്രത്തോളം നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഒരു മടക്കവും ഒരവസരവും എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഓർക്കുന്ന ദിവസങ്ങൾ വരാനുണ്ട്. وَيَوْمَ يَحْشُرُهُمْ كَأَن لَّمْ يَلْبَثُوا إِلَّا سَاعَةً مِّنَ النَّهَارِ يَتَعَارَفُونَ بَيْنَهُمْ قَدْ خَسِرَ الَّذِينَ كَذَّبُوا بِلِقَاءِ اللَّهِ وَمَا كَانُوا مُهْتَدِينَ. സൂറത്ത് യൂനുസ് അല്ലാഹു പറയാണ്, നമ്മളിവിടെ ജീവിച്ച വയസ്സിനെ കുറിച്ച് കുറച്ചേ ജീവിച്ചുള്ളൂ എന്നൊരു തോന്നല്, ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊരു തോന്നല്. മരിക്കാൻ നേരം നമുക്ക് തോന്നുമില്ല, ഒരു മണിക്കൂറാണോ ഞാൻ ഇവിടെ ജീവിച്ചത്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എത്ര ആയത്തുകളാണ് ഇത് സംബന്ധമായി ഖുർആൻ പറയുന്നത്. ചിലർക്ക് തോന്നും, ഞാൻ ഒരു മണിക്കൂറാണോ ഇവിടെ ജീവിച്ചത്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ചിലര് ചിന്തിക്കുന്നത്, പടച്ചോനെ ഞാൻ 10 ദിവസമാണോ ഇവിടെ ജീവിച്ചത്. يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا 10. 10 ദിവസമായിരിക്കുമോ ഞാൻ അവിടെ ജീവിച്ചതെന്ന് പോലും ചിന്തിക്കും. അത്രത്തോളം നമ്മുടെ ചിന്തകളൊക്കെ പരിമിതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا تقوم الساعة حتى يتقارب الزمان. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും, പടച്ചോനെ 70 വയസ്സായോ എനിക്ക്, 64 വയസ്സായോ എനിക്ക്, 45 കഴിഞ്ഞോ അല്ലാ, എനിക്കും പേരക്കുട്ടികളായോ, എന്റെ ജീവിതം ഇന്നലെ തുടങ്ങിയ പോലെ 10 ദിവസമോ 10 വർഷമോ ഇങ്ങനെയൊക്കെ തോന്നുന്ന അവസരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയസ്സ് നമുക്ക് തികയാതെ വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരൂല, ഹത്താ യതഖാറബ സമാൻ, സമയത്തോട് സമയം അടുക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്താതെ ഖിയാമത്ത് നാൾ വരൂല. നമ്മൾ പറയാറില്ലേ ഇതിന്റെ ഒരു അടയാളം എന്നോണം, സമയത്തോട് സമയമെടുക്കുന്ന ഈ കാലം. എത്ര പെട്ടെന്നാ ഒരാഴ്ച പോയത് പറയാറില്ലേ, എത്ര പെട്ടെന്നാ ഒരു മാസം കഴിഞ്ഞത്, 5 വർഷമായോ ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ, അങ്ങനൊക്കെ പറയാറുണ്ടല്ലോ. അല്ല, കുട്ടികളൊക്കെ വലുതായല്ലോ, ഓ ഇന്നാള് കണ്ടപ്പോ എത്ര ചെറുതായിരുന്നു, ഇത് നമ്മളൊക്കെ പറയാറുണ്ട്. ഈ രീതിയിൽ നമ്മുടെ വയസ്സിനെ കുറിച്ചും നമ്മുടെ ആയുസ്സിനെ കുറിച്ചും ഇത് കുറച്ചേ ഉള്ളൂ എന്ന് നമ്മൾ ഇവിടുന്ന് ചിന്തിച്ചു തുടങ്ങി. ഖുർആൻ പറഞ്ഞത് നാളെ അവിടെ ചെല്ലുമ്പോ ചിന്തിക്കും, പടച്ചോനെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടി അവിടെ തന്നിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും കൂടി നന്നാക്കി വന്നേനെ എന്ന് പറയുമായിരുന്നു. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ജഹന്നമനെ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ മനുഷ്യൻ ചിന്തിക്കാം, പടച്ചോനെ മശ്റയില് നരകത്തെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. ഇമാം ഗസാലി അതിനെ കുറിച്ച് എത്ര പേജുകളാ പറയുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഖുർആനിൽ തന്നെ കാണാമല്ലോ ജഹന്നമന്റെ അലറിവിളി. നിഷേധികൾ, കുറ്റകൃത്യം ചെയ്ത് ജീവിച്ചവർ അകലേന്ന് തന്നെ കേൾക്കും. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, 500 കൊല്ലം വഴി ദൂരം ജഹന്നം എത്തുമ്പോൾ അതിന്റെ ആർപ്പുവിളിയും അട്ടഹാസവും പൊട്ടിത്തെറിയും. മശ്റയിൽ നിൽക്കുന്ന പാപിയായ മനുഷ്യന് 500 കൊല്ലം വഴി ദൂരം അപ്പുറത്ത് നിന്ന് കേൾക്കാൻ കഴിയുമത്രേ. 500
കൊല്ലം വഴി ദൂരത്തുനിന്ന് നരകം വരുമ്പോഴേക്കും നെഞ്ചിടിപ്പോടുകൂടെ പേടിയോടുകൂടെ നരകത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കൽ തുടങ്ങും. ഒന്ന് ജീവിക്കാൻ ഒരു അവസരവും കിട്ടിയിരുന്നുവെങ്കിൽ, ഒരു റജബ് കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഷഅബാൻ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന ആലോചന അങ്ങ് കയറും. ഖുർആൻ പറയുന്നു, ജഹന്നമിനെ കൊണ്ടുവരപ്പെടുമ്പോ അന്നത്തെ ദിവസം മനുഷ്യൻ അന്നാണ് ആലോചിക്ക, എന്റെ 70 വയസ്സ് ഞാൻ എന്താ കാട്ടിയതെന്ന്, എന്റെ 65 വയസ്സ്, എന്റെ 35 വയസ്സ്. ഓരോരുത്തരും ആലോചിക്കും. ആ സമയത്ത് ആലോചന കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ആലോചന കൊണ്ട് ഒന്നും നേടാനില്ല. ആ ആലോചന ഇവിടുന്നേ ഉണ്ടാവണം. അതിനാണ് ഓരോ റജബും നമ്മോട് യാത്ര പറയുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ അതേക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവണം എന്ന് സൂഫിയാക്കൾ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളത്തേക്ക് എന്ത് ഉണ്ടാക്കി എന്ന ചിന്ത ഓരോ ശരീരത്തിനും ഉണ്ടാവണമെന്ന ഉപദേശം ഖുർആനിലുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എവിടെ ഉണ്ടായത്? സൂറത്ത് യാസീൻ. നമുക്കെല്ലാവർക്കും അറിയാം. യാസീനില് ഇത്ര സുപരിചിതമായ ഒരു ആയത്ത് നമ്മുടെ വായിലൂടെ ഒരു ദിവസം എത്ര പ്രാവശ്യം പോകുന്നത്. അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹു പറയുന്നത്, നിങ്ങൾ മുന്തിച്ച് ചെയ്തു വച്ചിരിക്കുന്ന നന്മയുണ്ടല്ലോ, നാളെ അവിടെ ചെല്ലുമ്പോ നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുത്തുന്ന നന്മ, ആ നന്മ അതൊന്നും പാഴാവൂല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. ചില നന്മകളുണ്ട്, നിങ്ങൾ ചെയ്തു വച്ചാലും നിങ്ങളുടെ പിന്നാലെ വരുന്നവർക്ക് അത് തുടരാൻ കഴിയും. അങ്ങനെയും ചില നന്മകളുണ്ട്. ഉദാഹരണം, വാപ്പ ഒരു ദാനധർമ്മിയാണ്. വാപ്പ ദാനധർമ്മം ചെയ്യുന്നത് മക്കൾക്കറിയാം. മക്കൾ പ്രായമായി, അവർക്കും വരുമാനം വന്നപ്പോ വാപ്പ പിന്നെ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മക്കളെ ഏൽപ്പിക്കലായി. ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണം. വാപ്പ കൊല്ലങ്ങളായി കൊടുക്കലുള്ളതാണ് മോനെ. ആ മകൻ അത് ചെയ്യും. തൊട്ടടുത്ത വർഷം വാപ്പ മരിച്ചാലും വാപ്പ തുടർന്ന് വെച്ചത്, വാപ്പ തുടങ്ങി വെച്ചത് ഈ മക്കളാൽ പിന്നെയും തുടരും. അങ്ങനെ ചില നന്മകളുണ്ട്. വാപ്പ തുടങ്ങി വെച്ചതും തുടർന്ന് പോന്നതും മക്കളാൽ ഏറ്റെടുത്ത് പോരുന്ന നന്മ. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. നിങ്ങളുടെ പിൻഗാമികൾ നിങ്ങൾ അനുധാവനം ചെയ്ത് തുടരുന്ന നന്മകളുണ്ടല്ലോ, അതും നാം പാഴാക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാം വ്യക്തമായ ഗ്രന്ഥത്തിൽ, എല്ലാം വ്യക്തമായ രേഖയിൽ അല്ലാഹുവിങ്കൽ ഉല്ലേഖനമായി ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. നാളേക്ക് വേണ്ടി ആലോചിച്ചോ എന്ന് ഖുർആൻ. നാളേക്ക് വേണ്ടി ആലോചിച്ചോ, നാളേക്ക് വേണ്ടി ആലോചിച്ചോ എന്താണ് തയ്യാറാക്കിയതെന്ന് ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ആയുസ്സിൽ ഇനി ഒരു റമളാൻ ഉണ്ടാകുമോ? നമ്മുടെ ആയുസ്സിൽ ഇനി ഒരു റജബ് ഉണ്ടാകുമോ? ശഅബാൻ ഉണ്ടാകുമോ? ആലോചിച്ചുകൂടെ? എന്തേ ഈ അവസ്ഥ നമുക്ക് വന്നുകൂടെ? ചെറുപ്പക്കാരുടെ മരണം എത്രയാ? നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആലോചനാ വിപ്ലവത്തിലേക്ക് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഒന്നും തന്നെ കടന്നു വരാത്തോളം നമ്മുടെ മനസ്സ് നന്നാവുന്നില്ല. മനസ്സ് നന്നാവാൻ 2 വഴികളാ. ഒന്ന് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ആലോചന, രണ്ടാമത്തേത് തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. നബിയേ മുഹമ്മദ് മുസ്തഫ തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണത്തിന്റെ സമയാണിപ്പോ. ലതായിഫുൽ മആരിഫിൽ തന്നെ കാണാം, ഇമാം ഗസാലിയുടെ ഇഹ്യായിലും മറ്റും കാണാം. സഹാബികൾ ശഅബാനങ്ങായി കഴിഞ്ഞാൽ അവർക്ക് ഈ പെരടിക്കൊരു കുനിച്ചില. സഹാബികളുടെ കഴുത്ത് ഒടിഞ്ഞിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞ ഇലൽ മസാഹിഫ്, മുസ്ഹഫുകളിലായിരിക്കും അവരുടെ മുഖം. അവരിങ്ങനെ കുനിഞ്ഞു തന്നെ ഇരിക്കുക. അപ്പൊ എന്തേ? അവരുടെ നോട്ടം മുഴുവൻ മുസ്ഹഫിലാണ്, ഖുർആൻ ഓതൽ തന്നെയാണ്. ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതിന്റെ ഇടയിൽ കുറച്ചൊക്കെ ആഖിറം ഓർക്കണം. കാരണം നമ്മുടെ മരണം എവിടെ?
നമ്മുടെ മരണം അറബി കവികളിൽ വിശ്രുതനായിരുന്നു. ഫറസ്ദഖ്, പരസ്ത്രീ ബന്ധത്തെ പച്ചയായി വർണ്ണിക്കുന്നതിൽ ആനന്ദം കണ്ടിരുന്നു. ഫറസ്ദഖ്, ആ മൂർച്ചയുള്ള നാവിന്റെ മുന്നിൽ നിന്നും ആരും വിമർശിക്കപ്പെടാതെ പോയിട്ടില്ല. എല്ലാം കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് തന്നെ പൂശുമായിരുന്നു ഫറസ്ദഖ്. ഫറസ്ദഖിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് എപ്പോഴാ? മഹാനായ ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു. അബൂ മൂസ തമീമി തങ്ങൾ പറയുന്നു, ഫറസ്ദഖിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു. എല്ലാവരും ആ ജനാസാനുഗമനത്തിൽ വന്നുകൂടി. ബസ്ര പട്ടണത്തിലെ പ്രമുഖരും പ്രധാനികളുമായ പണ്ഡിതന്മാരും നേതാക്കളും ഫറസ്ദഖിന്റെ പ്രിയപ്പെട്ടവളുടെ ജനാസാനുഗമനത്തിൽ ഉണ്ടായിരുന്നു. വഫീഹിമുൽ ഹസനു, ആ കൂട്ടത്തിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുമുണ്ട്. ആരാ ഹസൻ ബസ്രി? മഹാനവറുകൾ ഇൽമു കൊണ്ട് താബിഈങ്ങളുടെ നേതാവാണ്. ഹസൻ ബസ്രി തങ്ങളുമുണ്ട്. ഫറസ്ദഖിന്റെ ജീവിതം അത്ര വിശുദ്ധമല്ല. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ഫറസ്ദഖ് ഇത്തിരി മോശക്കാരനാണ്. അത്യാവശ്യം ഈ ഉപ്പും പുളിയുമൊക്കെ ഉള്ള സാഹിത്യം പറയാനും ഇക്കിളിപ്പെടുത്തുന്ന നോവലുകൾ സൃഷ്ടിക്കാനും കവിത പാടാനും ഒക്കെ ഫറസ്ദഖിന്റെ നാവിന് വല്ലാത്ത ഉശിരായിരുന്നു. പൊതുവെ ഫറസ്ദഖിനെ കുറിച്ച് ചിത്രീകരിക്കപ്പെടുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു കവി എന്നാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഫറസ്ദഖിനോട് പറഞ്ഞു, യാ ബാ ഫിറാസ് മാ അഅദത ലിഹാദൽ യൗം. ഫറസ്ദഖേ, നിന്റെ ഭാര്യ മരിച്ചു, മയ്യത്ത് കട്ടിലിലേക്ക് അവളെ കയറ്റി വെച്ചു, പള്ളിക്കാട്ടിലേക്കുള്ള സഞ്ചാരം തുടങ്ങുന്നു. ഇതുപോലെ നിനക്കും ഫറസ്ദഖേ പോകേണ്ടതല്ലേ? സൗഹൃദത്തിന്റെ ഈ ആഴമേറിയ അടുപ്പത്തിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഇതുപോലെ നിനക്ക് പോവാൻ നീ എന്താണ് ഒരുക്കി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഫറസ്ദഖിന്റെ ആത്മീയതയുടെ ചെപ്പ് തുറക്കുകയാണ്. ഫഖാല ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻദു 60 സന. ഹസൻ ബസ്രി തങ്ങളെ 60 വയസ്സിലധികം എനിക്ക് പ്രായമുണ്ട്. കൃത്യമായി ഓർത്ത് പറയട്ടെ, ഇക്കഴിഞ്ഞ 60 വയസ്സ്, എന്റെ കഴിഞ്ഞു പോയ 60 വയസ്സ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ മനസ്സ് ഉറപ്പിച്ച് ജീവിക്കുക തന്നെയാണ്. ഞാൻ തെറ്റിലല്ല. എന്റെ അവതരണത്തിന്റെ ശൈലിയും എന്റെ ഭാഷാ പ്രയോഗങ്ങളും എന്റെ എഴുത്തിന്റെ സൗകുമാര്യതയും എന്നെ പല നിലക്ക് ചിത്രീകരിച്ചാലും എന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് തന്നെയാണ് ഉള്ളത്. അതിൽ മാറ്റം വന്നിട്ടില്ല. ചുരുക്കി പറയട്ടെ, പ്രിയപ്പെട്ടവളുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിൽ വെച്ച് ഇമാം ഗസാലി പറയാണ്, ആ ഖബറിൽ വെച്ച മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ട് ഖബർ നിറപ്പാക്കി കഴിഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. ഹസൻ ബസ്രി തങ്ങളെ നോക്കിയപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഭാര്യയുടെ മയ്യത്ത് മറവ് ചെയ്തിട്ട് ഖബറിന്റെ സമീപത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടങ്ങ് പാടാൻ തുടങ്ങി. അഖാഫു വറാഅൽ ഖബരി ഇല്ലം തുഅഫിനി അസദ്ദു മിനൽ ഖബരി ഇൽതിഹാബാ വഅളിയഖാ ഇദാ ജാഅനി യൗമൽ القيامة قائد عنيف وسواق يسوق الفرزدقا لقد خاب من أولاد آدم من مشى إلى النار مغلول القلادة أرزقا. ഈ ഖബർ കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇരുട്ടല്ലേ? ഈ ഖബർ കഴിഞ്ഞാൽ ഇതിനപ്പുറം ഭയവിഹുലമായ അവസ്ഥയല്ലേ? ഈ ഖബർ കഴിഞ്ഞാൽ ഇതിനേക്കാളും തീവ്രമായ മഹ്ശറയല്ലേ? മഹ്ശറ കഴിഞ്ഞാൽ ഇതിനേക്കാളും തീവ്രമായ നരകമല്ലേ? ഖബറും ഖബറിനപ്പുറമുള്ളതും ഞാൻ ഭയക്കുന്നു അല്ലാഹ്.
ഭാര്യയുടെ മയ്യത്ത് ഖബറിൽ കിടന്നതിന്റെ പേരിൽ കരഞ്ഞതല്ല, ഞാൻ ഇതുപോലെ നാളെ വന്ന് എന്റെ ഖബറിൽ കിടക്കണമല്ലോ എന്ന ഓർമ്മ ആ മരണത്തിന്റെ പാഠമായി ഫറസ്ദഖിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫറസ്ദഖ് പാടിയെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അത്രത്തോളം ജീവിതത്തിന്റെ നൈമഷികതയെ കുറിച്ചുള്ളൊരു ബോധം അവരിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ച് പ്രതീക്ഷകൾ എവിടേക്കോ നമ്മെ കൊണ്ടുപോവാണ്. നമുക്ക് വലിയ പ്രതീക്ഷകളൊക്കെ വേണം. പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാകട്ടെ സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ താല്പര്യങ്ങളുണ്ടോ? അതോടൊപ്പം പേടി വേണം. നമ്മുടെ ആഖിബത്തിനെ കുറിച്ചൊരു പേടി വേണം. സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റഅയ്തു ഇസ്മ ഉസ്മാൻ മക്തൂബൻ ബിബാബിൽ ജന്ന. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പരിശുദ്ധമായ നാമം സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ കണ്ടാൽ ഞെട്ടുമായിരുന്നു, ഖബറിനെ കുറിച്ച് കേട്ടാൽ കരയുമായിരുന്നു. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. റജബ് യാത്ര പറയുമ്പോ ആയുസിന്റെ അവസാനമാണ് ഇതെന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ഷഅബാൻ ഹയാത്താക്കാൻ കഴിയും. ഷഅബാൻ വിട പറയുമ്പോ ഇനി ഇത് ആവർത്തിക്കാത്ത അനുഗ്രഹമാണെന്ന ചിന്ത ഉണ്ടെങ്കിൽ റമളാൻ നമുക്ക് ധന്യമാണ്. അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ആ നന്മയിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. പരിശുദ്ധമായ റജബ് മാസം ഞങ്ങളോട് യാത്ര പറയുന്നു അല്ലാ. ഞങ്ങൾ ചെയ്ത നന്മകൾക്കൊക്കെ നീ വലിയ സ്വീകാര്യത നൽകണേ അല്ലാ. അല്ലാഹുവേ റജബും ശഅബാനും റമളാനും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് പ്രാവശ്യം റജബും ശഅബാനും റമളാനും ആസ്വദിച്ചുകൊണ്ട് അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ,
അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. റബ്ബേ, നീ അവരുടെ ആവശ്യങ്ങൾ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. റബ്ബേ, അതിന്റെ വഴികളൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. കടബാധ്യതയുണ്ട് തമ്പുരാനെ, അത് വീട്ടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിലും ഖൈറായ ഒരു വരുമാന മാർഗത്തിലേക്ക് അദ്ദേഹത്തെയും ഞങ്ങളെയും നീ ചേർക്കണേ തമ്പുരാനെ. ഈ അടുത്ത ദിവസം റബ്ബേ ഓപ്പറേഷൻ നടത്തേണ്ട, ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷൻ നടത്തേണ്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാ, നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ, അത് വിജയിപ്പിക്കണേ അല്ലാ. ആ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ റബ്ബേ നീ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, പ്രതികരിക്കാനും ശരീരം പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് പോയ പല സഹോദരങ്ങളും ജോലി തേടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അദ്ദേഹത്തിന്റെ മകൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നു. എല്ലാവർക്കും നീ സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കുക അല്ലാ, ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് പണിയുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കാൽമുട്ട് വേദനയുള്ള ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.